ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധായേത് സർവവിഘ്നോപശാന്തി. ഈശ്വര, ഇത് ഇവിടെ ഇരിക്കട്ടെ. പ്രശ്നമാണ്. എന്താണ് ജോത്സ്യരെ, പേടിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നാണല്ലോ എൻ്റെ കവടി പറയുന്നേ. എൻ്റെ കവടി അങ്ങനെ കള്ളം പറയാറില്ല. എന്തേലും പരിഹാരം ഉണ്ടോ ജോത്സ്യരെ? ആയില്യം ജന്മനക്ഷത്രക്കാരനായ തനിക്കിപ്പോ ശുക്രദശയാണെങ്കിലും തൻ്റെ ലഗ്നാധിപൻ വ്യാഴം അപ്പുറത്തിരുന്ന് തന്നെ കൊഞ്ഞനം കുത്തുക. ഐ മീൻ വ്യാഴം തന്നോട് അതൃപ്തി കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇതിനുള്ള ഏക പോംവഴി ഒരു 7 ദിവസം തൻ്റെ പേരിലെ അടുപ്പിച്ച് ശിവൻ ഒരു ധാര, ഒരു കുവളമാല, പിന്നെ ഒരു പിൻവിളക്ക്, പിന്നെ ഈ വഴിപാട് തീരുന്ന ദിവസം തൻ്റെ പേരിലൊരു പാൽപ്പായസം കൂടി ഉണ്ടാവാം. പിന്നെ സുഭാഷേ, താനിപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണല്ലേ? ഇല്ല ജോത്സ്യരെ. നോക്കൂ സുഭാഷേ, ഡോക്ടറോടും ജ്യോത്സ്യരോടും കള്ളം പറയാൻ പാടില്ലെന്ന ശാസ്ത്രം. അല്ല ജോത്സ്യരെ, എനിക്കിനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അമ്മോട് പറഞ്ഞേനെ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പ്രണയമൊന്നും ശരിയാവില്ല ജോത്സ്യരെ. ലൈഫ് തന്നെ ഒരു ചോദിച്ചിനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ കൊണ്ടത് പറ്റില്ല. അതാ എടോ, തൻ്റെ ജാതകപ്രകാരം തൻ്റെ ജീവിതത്തിലോട്ടൊരു പെൺകുട്ടി കയറി വരുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടി തൻ്റെ ജീവിതത്തിലോട്ട് വന്നാൽ പിന്നെ ഈ ചോദ്യചിഹ്നമായി നിൽക്കുന്ന തൻ്റെ ജീവിതത്തിലെ എല്ലാറ്റിനും ഉത്തരം കിട്ടിക്കോളൂ. താൻ ധൈര്യമായിട്ടിരിക്കുന്നേ, ഞാനല്ലേ പറയുന്നേ. എൻ്റെ സുഭാഷേ, നീ ആ ജോത്സ്യം പറഞ്ഞ കേട്ടിരിപ്പാണോ? അങ്ങേരെന്തോ തള്ളി വിചാരിച്ചിട്ട് നീ അത് ഇപ്പോഴും കേട്ട് വിശ്വസിച്ചിരുന്നോ? എടാ, എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. പക്ഷേ അങ്ങേര് പറയണത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാത്ത ആരായാലും വിശ്വസിച്ചു പോവും. അങ്ങനത്തെ കാര്യങ്ങളല്ല അയാൾ പറയണത്. പിന്നെ ഒരു പെണ്ണവിടെ കയറി വരുമ്പോഴേക്കും നിൻ്റെ ലൈഫ് അടിപൊളിയാവല്ലേ? നീ ഒന്ന് പോയേ. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. എടാ, ചിലപ്പോൾ എൻ്റെ അന്ധവിശ്വാസം കൊണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അന്ധവിശ്വാസം വരെ വിശ്വസിച്ച് പോകേണ്ട അവസ്ഥയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ? നിന്റെ ദേവതനെ എവിടെ വെച്ച് കാണുന്ന പറഞ്ഞേ? അതൊന്നും അയാൾ പറഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാതിരി ദുൽഖർ സൽമാൻ്റെ മറ്റേ യമണ്ടൻ പ്രേമ കഥയിൽ സ്പാർക്ക് അടിക്കുന്ന കേസ് പോലെയാണ്. എടാ വിട്ട് കളാ, നീ വേറെ വല്ല വഴി നോക്ക്. മാഷേ. സുഭാഷേ, ഒരു മിനിറ്റ്, ഇതൊന്ന് കഴിഞ്ഞോട്ടാ. ആയിക്കോട്ടെ. നീ പറ. എൻ്റെ പേരിലേ ശിവനെ 7 ദിവസം അടുപ്പിച്ച് ഒരു കൂവളമാല, പിന്നെ ഒരു പിൻവിളക്ക്, ധാര. പിന്നെ 7ാമത്തെ ദിവസം ശിവൻ എൻ്റെ പേരിൽ എനിക്കൊരു പാൽപ്പായസം. സുഭാഷേ, നാളെ ആയില്ലേ? സുഭാഷേ, 260 രൂപ വരും. 260. ഇത് ശിവന്റെ നടക്കിൽ വെക്കുന്നതോടൊപ്പം തിരുമേനിയോടൊന്ന് പറഞ്ഞോളൂട്ടാ, ഇതൊക്കെ 7 ദിവസത്തേക്കുണ്ടെന്ന്. പിന്നെ ഈ റെസിറ്റ് വീട്ടിൽ കൊണ്ടുപോയിക്കോ. പാൽപ്പായസം മേടിക്കാൻ വരുന്ന ദിവസം കൊണ്ടുവന്നാൽ മതി. ശരി. എന്നായിക്കോട്ടെ. ശരി. ഈശ്വര,
ചോദിച്ചു പറഞ്ഞ പെൺകുട്ടീനെ എൻ്റെ കണ്ണോട് കൊണ്ടു നിർത്തണേ. ടോസ് ചെയ്ത് നോക്കാം. അയ്യോ, എന്താടോ ഇങ്ങനെ നോക്കുന്നേ? താൻ എന്താ പെമ്പിള്ളേരെ കണ്ടില്ല? എന്നാ പിന്നെ അങ്ങോട്ട് മാറി നിൽക്കേ. ഇഷ്ടായി, ഒത്തിരി ഇഷ്ടായി. എന്താണ് മോനെ പതിവില്ലാണ്ട് മുഖത്തൊരു അവിഞ്ഞ ചിരി? നിന്നെ ആരെങ്കിലും പിടിച്ച് ഉമ്മച്ചാ? വെച്ചില്ല, പക്ഷെ വൈകാതെ വെക്കും. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. ഞാൻ നിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതാണല്ലോ. ചോദിച്ചു പറഞ്ഞ പെൺകുട്ടിനെ ഞാൻ കണ്ടെത്തിന്ന്. പോടാ. ആടാ, ശരിക്കും? ശരിക്കും. ഞാൻ വിചാരിച്ചു നീ വെറുതെ പറഞ്ഞായിരിക്കുന്നു. എന്നാലും നിങ്ങൾ കണ്ടുമുട്ടിയോ? എങ്ങനെ? എടാ, അത് ചോദിച്ചു പറഞ്ഞത് സത്യമാണോ തള്ളാണോ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒരു കോയിൻ എടുത്തിട്ട് ഇങ്ങനെ ടോസ് ചെയ്തു. അത് നേരെ നിലത്ത് വീണവരുണ്ട്, അവളുടെ കാലിന് മുന്നിൽ ചെന്ന് വീണുണ്ടാവും. സത്യല്ലേ? കറക്റ്റല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? നീ അവിടെ ഉണ്ടായിരുന്നോ? ഒന്ന് പോയടാ. എല്ലാ നായികമാരും ക്ലീഷ ഉണ്ടോ ഇതാണ്. ഇത് മനസ്സിലാക്കാനേ അവിടെ വരെ വരേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മലയാള സിനിമ മാത്രം ഇരുന്ന് കണ്ടാൽ മാത്രം മതി കേട്ടാ. അല്ല, എന്നിട്ട് നീ ജോലിച്ചും പറഞ്ഞ പോലെ അവളുടെ അടുത്ത് പോയി പറഞ്ഞ? പിന്നെ അത് എടുത്തു പറയാൻ എൻ്റെ അമ്മയുടെ മോളാണല്ലോ. എടാ, ഇത് മെല്ലെ സമയം എടുത്ത് പറയേണ്ട കാര്യങ്ങളല്ലേ. അവളുടെ പിന്നാലേക്ക് നടന്ന് അവളുടെ പേരും വീടൊക്കെ അറിയണം. എന്നിട്ട് അവളെ കുറിച്ച് കൂടുതൽ അറിയണം. പിന്നെ അവൾക്ക് ചേട്ടന്മാരുണ്ടോ, ചേട്ടന്മാരുണ്ടെങ്കിൽ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, അതിന് എങ്ങനെ രക്ഷപ്പെടാം, അതൊക്കെ അറിഞ്ഞിട്ട് വേണം പറയാൻ. അല്ലാതെ പെട്ടെന്ന് പറഞ്ഞിട്ട് കൊളാക്കളയരുത്. ശരി, ഇനി നീ എല്ലാം മനസ്സിലാക്കി അവളുടെ പുറകെ നടന്ന് അവളെ പ്രൊപ്പോസ് ചെയ്യാൻ നേരത്ത് ഇനി അവള് വേറെ കമ്മിറ്റഡ് ആണെങ്കിലോ? അങ്ങനെ അവനൊരു ചാൻസും ഇല്ല. കാരണം എന്താണെന്നറിയോ, എന്നോട് ജോത്സ്യം പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിലോട്ട് ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത് അവളാണ്. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ അവളും സിംഗിൾ ആവണ്ടേ? എൻ്റെ പൊന്നു മോനെ, ഈ കാര്യത്തിൽ നീ ഒരു ഗ്യാരണ്ടിയും പ്രതീക്ഷിക്കണ്ട. എൻ്റെ പൊന്നു മോനെ, ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായിക്കോട്ടെ. നീ നിന്റെ നാവെടുത്ത് വളയ്ക്കല്ലേ പ്ലീസ്. എടാ, ഞാൻ നിന്നെ നെഗറ്റീവ് ആക്കിയതല്ല. ഞാനിപ്പോ വരുള്ള ഒരു വരുമരാഗിയെ പറ്റി പറഞ്ഞല്ലേ. എടാ, നീ പോവാണോ? അല്ലടാ, വരിക മാറിക്കടാ. ഇതാണ് ഞാൻ ആർക്കും വരുമരാഗിനെ പറ്റി പറഞ്ഞു കൊടുക്കാത്തത്. ചേട്ടാ 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 പക്ഷേ ചേട്ടാ ചേട്ടാ നിർത്ത ചേട്ടാ പ്ലീസ്. താങ്ക് യു ചേട്ടാ. അല്ല, നിന്നോടാരെ കയറിക്കാൻ പറഞ്ഞു? അല്ല ചേട്ടാ, എനിക്ക് ലിഫ്റ്റ് തരാൻ നിർത്തിയതല്ല. ഞാൻ നിനക്ക് ലിഫ്റ്റ് തരാൻ വേണ്ടി നിർത്തുന്നില്ല. നീ നിനക്ക് കൈ കാണിച്ചെന്ന് അറിയാൻ വേണ്ടി നിർത്തിയതോ? ചേട്ടാ, ഇപ്പം എന്തായാലും ഞാൻ ബൈക്കിൽ കയറിപ്പോയല്ലോ. അപ്പോൾ ചേട്ടനൊന്ന് വീട്ടിലാക്കി തന്നൂടെ? എന്നാലും എനിക്ക് ചേട്ടൻ്റെ അനിയനുള്ള പ്രായമല്ലേ ഉള്ളൂ. അപ്പം ഈ അനിയനെ ഒറ്റക്കാക്കി വിടുന്നത് ശരിയാണോ ചേട്ടാ? നീ ആള് കൊള്ളാലോടാ. എന്താ നിന്റെ പേര്? ഋഗ്വേദ്. ഋഗ്വേദ്, നല്ല പേര്. ഈ പേര് ആരും വിളിക്കാതിരിക്കാൻ വേണ്ടിയാണോ നിന്റെ അച്ഛനമ്മ ഈ പേരിട്ടത്? അതൊന്നും എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ ഈ പ്രായത്തിൽ അറിയണല്ലോ, പിന്നെ എപ്പോഴും അറിയാ? വേടമുണ്ട് ചേട്ടൻ ആരും കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ആ, വിളിച്ചിരിക്കും.
ശരി ഏട്ടാ. ഏ താങ്ക് യു. ആ താങ്ക് യു സോ മച്ച് ഡാ. ഇല്ല ചേട്ടൻ എന്തിനാ എനിക്ക് താങ്ക് യു പറയണേ? ചുമ്മാ ഇരിക്കട്ടെ മിസ്റ്റർ ഗുഡ്. ആ അത് ചേട്ടൻ ചോദിച്ചില്ലേ എന്തിനാ എൻ്റെ അമ്മ അച്ഛനും ഇങ്ങനത്തെ പേരിട്ടെന്ന്. ശരിക്കും അവരല്ല, എൻ്റെ ചേച്ചി എനിക്ക് പേരിട്ടെ. അല്ലെങ്കിൽ ചേച്ചിമാരെന്ന പേരൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഋഗ്വേ ഇത് നല്ല രസമുള്ള പേരാ, വിളിക്കാൻ നല്ല എളുപ്പമുണ്ട്. ഈ ഋഗ്വേ എന്ന് പേരിട്ട ചേച്ചിയുടെ പേരെന്താ? മീനാക്ഷി. താങ്ക് യു ഏട്ടാ. ആ ആ ബൈ. ബൈ. നിറഞ്ഞു പെയ്തിടുന്നു മേലാകെ, നിലാവ് പൂത്തിതെന്റെ ഉള്ളാകെ, കിനാക്കളായിരങ്ങൾ നെയ്തെന്നിൽ മിനാരമായി നിന്നു മായാതെ, നിറഞ്ഞേ വിരിഞ്ഞേ മനസ്സിൽ പടർന്നിതെന്തേ നീ പാരിലാകെ മെല്ലെ മോഹമേ. പൂനിലാവലിഞ്ഞു പോയിടും തെളിച്ചമാണിതെന്നുമെന്നും എൻ്റെ തേനില തിങ്കളേ. പതിരാവു പോലും ഇന്നിതാ തെളിഞ്ഞിടും തിളങ്ങിടുന്നു എൻ്റെ വെണ്ണില താരകേ. കാലമായിരം കാത്തു കാത്തു നിന്നിരാ കാതലോരം കണ്ണു ചിമ്മിടാതെ, കനാക്കളായിരം കോർത്തുമാല തീർത്തിടാം നീളെ. മോഹമായിരം തന്നു മെനഞ്ഞിരാ കുഞ്ഞു കൂടെ ഉള്ളിൽ മെല്ലെ മെല്ലെ, പാരിജാതമായി നീ വിരിഞ്ഞു നിന്നുവോ താനെ. കുരുന്നു സ്വപ്നമായി വിരുന്നു വന്ന് സ്വർഗജാലകം തുറന്നിതെന്റെ ദേവലോകറാണിയായി നിന്നു നീ. നിറഞ്ഞു പെയ്തിടുന്നു മേലാകെ, നിലാവ് പൂത്തിതെന്റെ ഉള്ളാകെ, കിനാക്കളായിരങ്ങൾ നെയ്തെന്നിൽ മിനാരമായി നിന്നു മായാതെ, നിറഞ്ഞേ വിരിഞ്ഞേ മനസ്സിൽ പടർന്നിതെന്തേ നീ പാരിലാകെ മെല്ലെ മോഹമേ. ഈശ്വര, അവളോടൊന്ന് പറയാനുള്ള ധൈര്യം തരണേ. അയ്യോ, ഇവളിപ്പോൾ ചിലപ്പോൾ ഇന്നലെ അനിയനെ കൊണ്ടാക്കിൻ്റെ താങ്ക്സ് പറയാനോ. ഇപ്പം പറയണോ വേണ്ടല്ലേ? എന്താ തൻ്റെ പേര്? സുഭാഷ്. എന്നാ സുഭാഷേ, താൻ ഇത് കേൾക്കാൻ വേണ്ടി പറയാ. എൻ്റെ പിന്നാലെയുള്ള തൻ്റെ നടത്തമുണ്ടല്ലോ, അതിപ്പോൾ എന്ത് ഉദ്ദേശത്തിൻ്റെ പേരിലാണെങ്കിലും അതങ്ങ് നിർത്തിയേക്ക്. അല്ലെങ്കിൽ തന്നെ ഞാനൊരു 100,000 പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാകെയുള്ളൊരു ആശ്വാസം അമ്പലത്തിൽ വരുന്നത്. ഇനി താനായിട്ട് അതും കൂടെ നിർത്തിക്കും. മീനാക്ഷി, ഞാൻ മതി സുഭാഷേ, താൻ ഇനി കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എനിക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇപ്പം പറഞ്ഞത് കേട്ടെങ്കിലും ഇനി എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇനി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ നിൽക്കരുത്. ഒന്ന് നിർത്തിയടാ നിന്റെ കൊണച്ചിരി. വാക്കളോടെ ഉയര് പോയി പണ്ടാറങ്ങിക്കുമ്പോൾ അവന്റെ കൊലച്ചിരി എങ്ങനെ സഹായിക്കണു വിനത്? അത് പിന്നെ സുഭാഷേ, നിന്റെ അന്നത്തെ പ്രസനം കണ്ടോർത്ത് ചിരിച്ചു പോയതാ. എന്തൊക്കെയായിരുന്നു സ്നേഹിക്കുന്ന പെണ്ണ് കൂടുതൽ അറിഞ്ഞ്, അവൾ വീടറിഞ്ഞ് നാടറിഞ്ഞ് എല്ലാം അറിഞ്ഞ് അവളടുത്ത് നോ കേട്ടപ്പോ സമാധാനായല്ല. അതിനവള് നോന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെന്താ? അയ്യാ, പിന്നെ ആ കൊച്ചു നിന്റെ അടുത്ത് എന്ത് പറഞ്ഞെന്ന് വിചാരം? എടാ, നിന്റെ മുഖത്ത് നോക്കി തന്നെയല്ലേ പറഞ്ഞേ ഇനി മേലൊക്കെ പുറകെ നടക്കരുന്ന്. അതിനർത്ഥം നോ തന്നെയാ. എടാ, നിനക്ക് ഇന്ന് എന്ത് സുഖം കിട്ടണേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ നീ ഭയങ്കര ഹാപ്പിയാണ്. എടാ, അത് പിന്നെ അത് നീ ഞാൻ എത്ര നാൾ അല്ല
നീ ഇത്ര നാളും സിംഗിളായി നടന്നതിന് ശേഷേ പെട്ടെന്ന് കമ്മിറ്റഡ് ആവാന്ന് ഓർത്തപ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ? അത് പിന്നെ അത് ഉണ്ടാവില്ലെന്ന് ഓർത്ത് ഒരു സന്തോഷം. നീ അത് വിട്ടേക്ക്. എടാ വിനോ, അവളുടെ വായിലേക്ക് മുഴുവൻ കേട്ടിട്ട് നെഗ് അടിച്ചിട്ട് അവിടെ വന്നിരിക്കണേ. അപ്പോൾ നീയാണെങ്കിൽ അതിനേക്കാൾ വലിയ നെഗറ്റീവ്. നീ ഒരു ഐഡിയ പറഞ്ഞതാ. ഇതിലിപ്പോ ഞാൻ എന്താ ഐഡിയ പറഞ്ഞു തരാനാ? നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ജോൽസിന്റെ അടുത്തേക്ക് ചെല്ലേ. അയാൾ പറഞ്ഞിട്ടല്ലേ ഈ പരിപാടിയൊക്കെ നീ നടത്തിയേ. ഒരു കാര്യം ചെയ്യ്, അയാളോട് കവടി നിർത്തിയിട്ട് ഒരു ഐഡിയ പറഞ്ഞു തരാൻ പറ. അതൊരു നല്ലൊരു ഐഡിയ ആണല്ലോ. എന്നാ വാ പോവാ. വാ. ഏയ് ഞാനൊന്നില്ല, എനിക്ക് പണ്ടേ ജോത്സ്യന്മാരെ അലർജിയാ. ഓ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ നിന്നെ ബാധിക്കുന്ന കേസല്ലല്ലോ. കുഴപ്പമില്ലടാ, ഞാൻ പോക്കോളാം, നീ വരണ്ട. ഒന്ന് നിർത്തടാ നിന്റെ പട്ടി ഷോ. ഞാൻ വരാം, നീ വണ്ടി എടുക്ക്. വാ. ബ്ലഡി ഫുൾ. അതാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ മറ്റൊരു കൂട്ടുകാരനെ അറിയാൻ പറ്റുള്ളൂ. വാ. ജടാകടാഹ സംഭ്രമ ഭ്രമനീലിംബ നിർജരി വിലോല വീജി വല്ലരി വിരാജമാനമൂർധനി. എന്റെ പൊന്നു വിനു, മലയാള അക്ഷരമാല പോലും നിനക്ക് നേരെ ചോറിയില്ല. ആ നിനക്ക് എങ്ങനെയാണ് സംസ്കൃത ശ്ലോകം നിനക്ക് തോന്നിയതോ? എന്താ സുഭാഷ ഒരു അടക്കം? ഒന്നുമില്ല ചോദിച്ചിട്ട് ഞങ്ങളിങ്ങനെ ചുമ്മാ എന്തോ. അപ്പൊ സുഭാഷേ, താൻ അമ്പലത്തിൽ വെച്ച് കണ്ട പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? മീനാക്ഷി. മീനാക്ഷി. ആ, ആ പെൺകുട്ടിയാണ് തൻ്റെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്ന പെൺകുട്ടിയെന്ന് തനിക്കറിയണം. അതെ ജോത്സരെ. എന്നാ താൻ കേട്ടോ, അതന്നെയാണ് ആള്. ആ കാര്യത്തിൽ ഇനി തനിക്കൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പം ഞാൻ ജോത്സരെ മീനാക്ഷി തന്നെയാണെന്ന് ഉറപ്പിക്കാല്ലേ? പിന്നെന്താ സംശയം? തനിക്ക് 100 വട്ടം ഉറപ്പിക്കാം. കാരണം എൻ്റെ കവടി എങ്ങനെയാ പറയണേ തനിക്കറിയാലോ. എൻ്റെ കവടിക്ക് അങ്ങനെ തെറ്റുപറ്റാറില്ല. അങ്ങനെയാണെങ്കിൽ ജോത്സരെ ഒരു സംശയം. ജോത്സരുടെ കവടിയോട് ഞങ്ങളോടും കൂടി ഒന്ന് പറയാൻ പറയൂ. കാരണം വേറെ ഒന്നല്ല, മീനാക്ഷി തൻ്റെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞിട്ടും ജോത്സരുടെ കവടി ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്കും കൂടി ഒന്ന് കേട്ട് ഉറപ്പിക്കാനാണ്. എന്നാലും ഒരു കാര്യം ചെയ്യും, താൻ ഇങ്ങോട്ട് വന്നിരിക്കും, എല്ലാം ചോദിച്ചറി, ചിലപ്പോൾ പറഞ്ഞു തരും. പിന്നെ മറ്റു ദോഷങ്ങൾക്കുള്ള വഴിപാട് കർമ്മങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞേക്ക്. ഹോ, എൻ്റെ സുഭാഷേ, എവിടുന്ന് കിട്ടിയിടോ ഇതുപോലത്തെ വേട്ടാവളിയനെ? പിന്നെ ജോത്സരെ, ദേ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാൻ വരുമ്പോൾ മിനിമം തലയിൽ എന്തെങ്കിലും ഇത്തിരി ആൾതാമസമുള്ള ആളുകളെ കൂടെ കൂട്ടണം നല്ലതാ. എടോ, ഇത്രയും കാലമായിട്ടും ഒരു പെൺകുട്ടി പോലും ഇഷ്ടമാണെന്ന് പറഞ്ഞ പാടെ തിരിച്ചിഷ്ടാണെന്ന് പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞ പാടെ ഇഷ്ടമാണെന്ന് പറയാൻ തൻ്റെ കൂട്ടുകാരൻ ദുൽഖർ സൽമാനും തന്നെ. അപ്പൊ പിന്നെ കുറച്ച് സമയം എടുക്കും. പിന്നെ സുഭാഷേ, തൻ്റെ കൂട്ടുകാരൻ്റെ പോലത്തെ സംശയം തനിക്കുണ്ടെങ്കിൽ ഞാനിപ്പോൾ തീർത്തു തരാം. എങ്ങനെ? സുഭാഷിന്റെ നാള് ആയില്ലെന്നല്ലേ പറഞ്ഞേ? അതെ. സുഭാഷേ, താൻ കണ്ടെത്തിയ പെൺകുട്ടിയുടെ നാള് രോഹിണി, തിരുവോണം, അത്തം എന്നീ 3 നാളുകളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ പിന്നെ തനിക്കൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അത് തന്നെയാണ് പെൺകുട്ടി. ഈ 3 നാളുകളല്ല ആ കുട്ടിയുടെ ജന്മനക്ഷത്രമെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരാൻ പോകുന്ന ആ കുട്ടി മീനാക്ഷി ആയിരിക്കില്ല. ഹേയ്, താൻ വിഷമിക്കണ്ട. എന്തായാലും ദേവസന്നിധിയിൽ വെച്ച് കണ്ടെത്തിയതല്ലേ, ഭഗവാൻ കൈവിടില്ല. ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ പൊന്നു കൂട്ടുകാരാ, ഒരാൾ ചങ്കത്തി പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ ഈ റീൽസ് കണ്ടിട്ട് ഹാപ്പി ചെയ്യാൻ പറ്റണം? എടുത്തേക്കണത്. ഒരു മണിക്കൂറായി തറയിലിരിക്കാൻ തുടങ്ങിയിട്ട്. അവളെ കാണാനില്ലടാ. അവളിനി വരില്ലേ? ഈ ചോദ്യം ഞാൻ നിന്നോട് അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? അവളെന്താ വരാത്തെ? എൻ്റെ പൊന്നു സുഭാഷേ, അവളെങ്ങാനും വരാണ്ട് ഒരു പരിപാടി നടക്കാൻ പോണില്ലാട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട, അവസാനം നീ എൻ്റെ ബക്കറ്റ് കയറരുത്. അത് പറഞ്ഞപ്പോളാ എന്താ നിന്റെ ഐഡിയ? എൻ്റെ ഐഡിയ അല്ലേ? സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ലുക്കിംഗ് ലൈക്ക് എ വൗ 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 വൗ. നിന്റെ റീൽസ് വർത്താൻ കാര്യം പറടാ. എടാ വേറെ ഒന്നല്ലടാ, ഇന്നലെ അവൾ തന്നെയല്ലേ നിന്നോട് പറഞ്ഞേ അവൾക്ക് 100,000 പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നും അതിനിടയിൽ ഈ അമ്പലത്തേക്ക് വരുന്നതും തൊഴുന്നതാണ് രേഖ ആശ്വാസം എന്ന്. അങ്ങനെ 100,000 പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ഒരാൾ എങ്ങനെ പോയാലും ഒരു വഴിപാടെങ്കിലും കഴിക്കാതിരിക്കുമോ?
അങ്ങനെ വഴിപാട് കഴിക്കുകയാണെങ്കിൽ ആ വഴിപാട് കൗണ്ടറിലിരിക്കുന്ന മഹേഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നാളെ കിട്ടില്ലേ? എടാ ഇത് കൊള്ളാല ഐഡിയ. എടാ പിന്നെ നീയാ നിനക്ക് എത്ര ബുദ്ധിയാ? അല്ല നിനക്ക് മഹേഷിനെ നേരത്തെ പരിചയമുണ്ടോ? മഹേഷിനെ പരിചയം ഉണ്ടോന്നാ? അല്ല അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ നീ പേടിക്കണ്ട, ഞാൻ സുദീപനോട് പറഞ്ഞ എല്ലാം ശരിയാക്കിണ്ട്. അത് മതി. ആ എടാ, എൻ്റെ പ്രധാന സംശയം ഇതൊന്നല്ല. ഇന്നലെ മീനാക്ഷി നിന്റെ അടുത്ത് അങ്ങനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെ അവള് വരാതിരിക്കൂ? വാ 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 മഹേഷേ, മീനാക്ഷിയുടെ നാള് കിട്ടിയോ? പിന്നെ കിട്ടാതെ. ഇതാണ് മീനാക്ഷിയുടെ നാള്. പുഷ്പാഞ്ജലി നാള് ഉണർത്തം. എന്ത് പറ്റിയടാ? ജോലിസ് പറഞ്ഞ നാളല്ലേ? അപ്പോ ഒന്നുമില്ല. ജോലിച്ച് പറഞ്ഞ കുട്ടി മീനാക്ഷി അല്ല. എടാ സാരൂല. എന്താ മീ പ്രശ്നം? ഏയ് അത് വേറെ കാര്യം, ഞാൻ പിന്നെ പറയാം. മഹേഷേ, എന്താ മീനാക്ഷി വല്ല വഴിപാട് പറയാൻ വിട്ടുപോയോ? അതല്ലടോ, താൻ എഴുതിയ റെസിപ്റ്റിലെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. എൻ്റെ നാളല്ലടോ പുണർത്തം, അതെൻ്റെ അനിയൻ്റെയാ. എൻ്റെ നാളെ തിരുവോണാടോ. താൻ റെസിപ്റ്റ് എഴുതിയപ്പോൾ നാളെ തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്. താനൊരു കാര്യം ചെയ്യും, വേഗം അത് മാറ്റി പുതിയൊരു റെസിപ്റ്റ് ആക്കി താ. വിനു, ഞാൻ പോരാ. ഇതാണ് നീ കാണാണ്ട് എഴുതിയത്? വിനു, ഇങ്ങനെയാണ് നീ റെസിപ്റ്റ് ആക്കി കൊടുക്കുന്നത്? ഇങ്ങനെയാണ് ഈ പുഷ്പാഞ്ജലിക്ക് റെസിപ്റ്റ് ആക്കി വരുന്നവർക്ക് നീ ഉദ്ദേശം പൂച്ചയ്ക്ക് എഴുതി കൊടുക്കണോടാ. എടാ നീ ഇത് പ്രശ്നമാക്കരുത്. പ്രശ്നമാക്കരുത്. നെഞ്ചു പോയടാ, അവൻ്റെ ഒരു വഴിപാട്. വിനു, വിനു. അപ്പൊ ശരി സുഭാഷേ, ഇവിടെ നോക്കാൻ ആൾക്കാർ വന്നിരിക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ മെസ്സേജ് ആക്കി. ശരി ശരി ജോത്സരെ. എടാ ജോത്സ്യൻ എന്താ പറഞ്ഞേ? എടാ ജോത്സ്യൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മീനാക്ഷി തന്നെയാണ് ആളെന്ന് ഉറപ്പായി സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് പോയി പറയണ്ട, അവളായിട്ട് എന്നോട് ഒന്ന് പറഞ്ഞോളൂ പറഞ്ഞു. അപ്പൊ മോനെ എന്താ ഫ്യൂച്ചർ പ്ലാൻ? തൽക്കാലത്തേക്ക് നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് അവളെ കണ്ടേച്ചു വരാം. പോണ പോക്കിൽ എങ്ങനെ അവളെ ഇഷ്ടാന്ന് പറഞ്ഞാലോ പറയാൻ പറ്റില്ലേ? എടാ പിന്നെ അതെ, ഒരു രൂപ ഉണ്ടാവോ? എന്തിന്? അല്ല നിന്നെ പോലെ എനിക്കും ടോസ് ഇട്ട് നോക്കാൻ എനിക്കൊരു ഭാഗ്യത കിട്ടിയാലോ? നീ എന്തിനാടാ ഒരു രൂപ കൊണ്ടേ കളയണ്? നീ ആ ഒരു രൂപ ഭണ്ഡാരത്തിൽ കൊണ്ടേ നിനക്ക് അതിന്റെ ഉപകാരങ്ങളും കിട്ടും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നേ. എന്ത് വാ. എന്താടാ കാര്യം പറയണം? പോടാ വാട്ടി. അല്ല പിന്നെ പോ പോട്ടെ. സുഭാഷേ, താനെന്നാ അവിടെ നിന്നേ. തനിക്ക് എന്താണ് സുഭാഷേ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്നത്. എടോ, ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എടോ, തൻ്റെ അടുത്ത് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞേ എൻ്റെ പിന്നാലെയുള്ള നടത്തമൊന്നും ഒഴിവാക്കാൻ. തനിക്ക് എന്താണ് സുഹൃത്തെ പറഞ്ഞാൽ മനസ്സിലാവാത്തേ? കഴിഞ്ഞോ? അല്ല മീനാക്ഷി പറയാതെ കഴിഞ്ഞോ? മീനാക്ഷി എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴെങ്കിലും മീനാക്ഷിയുടെ പുറം കടന്നിട്ടുണ്ടോ? പിന്നെ ഈ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ തമ്മിൽ കാണുന്നതാണെങ്കിൽ മീനാക്ഷി എന്ന് പറഞ്ഞില്ലേ, മീനാക്ഷിക്ക് ഒരു 100,000 പ്രശ്നങ്ങളുണ്ടെന്ന്.
അതിനേക്കാൾ 100,000 പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ താനാണ് ഇപ്പം എൻ്റെ പുറകെ നടക്കുന്നത്. ഞാനോ? അല്ല അങ്ങനെയല്ല, അങ്ങനെ ആയിക്കൂടെ? എന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വരുന്ന സമയം നോക്കി അമ്പലത്തിൽ വരുന്നു, ഇപ്പം തന്നെ എത്ര നേരം കാത്തുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ താനല്ലേ എൻ്റെ പിന്നെ നടക്കുന്നത്. ഓ അങ്ങനെ. നോക്കൂ മീനാക്ഷി, എനിക്ക് പൊട്ട് സമയമില്ല. കാരണം എനിക്കിന്ന് 2 ഇൻ്റർവ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ സംസാരം പിന്നത്തേക്ക് നടത്തിയാൽ പോരെ? എങ്കിൽ ശരി, ഇനി ഞാനായിട്ട് തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടൈം തെറ്റിക്കണ്ട. എന്നാൽ ഞാൻ പോകട്ടെ. പിശാശി ഒരു ഓൾ ദ ബെസ്റ്റ് പോലും പറഞ്ഞില്ല. എന്താടോ ആദ്യമായിട്ട് കാണുന്ന പോലെ? ഇതുവരെ തന്നെ കണ്ടില്ലേ? അല്ല, ഇത് സ്വപ്നാണോ റിയലാണോ എന്നുള്ള സംശയത്തിൽ നോക്കിയതാ. എന്നാ അങ്ങനെ ഒരു സംശയം വേണ്ട, ഇത് സ്വപ്നമല്ല, റിയൽ തന്നെയാ. അല്ല, എന്താണ് പതിവില്ലാതെ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കണേ? നമ്മളെ ശല്യക്കാരല്ലേ, നമ്മളെ ഒന്നും ആർക്കും പിടിക്കില്ലല്ലോ. അതിന് ഞാൻ തൻ്റെ അടുത്തല്ലല്ലോ, കുളക്കടയിലല്ലേ വന്നിരിക്കുന്നേ, പിന്നെന്താ? ഓ തമാശ. ഈ തമാശ പറയാനാണോ എൻ്റെ അടുത്ത്, അല്ല സോറി, ഈ കൊളക്കടവിൽ വന്നിരിക്കണത്? എന്നെ ആക്കിയതാണെന്ന് മനസ്സിലായി. എന്നാലും ഞാൻ ചോദിക്കുക, ഇന്നലത്തെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? വെൽ, ഞാൻ തകർത്തില്ലേ. ഞാൻ ഇന്റർവ്യൂവിന് പോയ 2 കമ്പനിക്കാർക്കും എൻ്റെ പെർഫോമൻസ് ലെവൽ ഓക്കെയാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ, പെർഫോമൻസ് ലെവൽ, ഐ ആം M.Com ഗ്രാജുവേറ്റഡ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? 2 പേർക്ക് തന്നെ വേണം, പക്ഷെ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സാലറി പാക്കേജിൽ ചെറിയൊരു കൺഫ്യൂഷനായിട്ട് ഞാൻ അവരെ സൈലൻ്റ് ആക്കിയിട്ട് സൈഡാക്കിയിട്ട് നീക്കി അങ്ങോട്ട് വെച്ചൊക്കെയാണ്. ഓ അതായിരിക്കും അല്ലേ ഇന്നലെ സർട്ടിഫിക്കറ്റ് ഒക്കെ വലിച്ചെറിഞ്ഞ് കമ്പനിയുടെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്നുണ്ട്. അതെ. അല്ല, തനിക്കിതെങ്ങനെ അറിയാം? താൻ അവിടെ ഉണ്ടായിരുന്നോ? പതുക്കെ അമ്പലാണിത്, താനോക്കില്ലേ? എന്ത് വാടേ? അല്ല അല്ല അത് പിന്നെ തനിക്കെങ്ങനെ അത്? ഞാൻ അവിടെ സത്യം പറ, താന കമ്പനിയില്ലേ വർക്ക് ചെയ്യണത്? ഏയ് അല്ലടോ, ഞാൻ ഇന്നലെ ടൗണിൽ നിന്ന് വരുമ്പോൾ കണ്ടതാ താൻ ആ കമ്പനിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. ശരിക്കും എനിക്ക് ആ സീൻ കണ്ടപ്പോൾ ഓർമ്മ വന്നത് ധനുഷിൻ്റെ VIP സിനിമയാ. അല്ലെങ്കിലും ഇപ്പോഴത്തെ ആമ്പിളേരെ അവസ്ഥ VIP സിനിമയിലെ ധനുഷിൻ്റെ പോലെ തന്നെയാണ്. ചിലവർക്ക് 24, ചിലവർക്ക് 20, ചിലർക്ക് അതിന് മുന്നേ തുടങ്ങി സ്ട്രഗ്ലിങ് ടൈമൊക്കെ. അതിൻ്റെ ഇടയിൽ അവരൊന്ന് മനസ്സോർന്ന് ചിരിച്ച കാലം മറന്നിട്ടുണ്ടോ? എന്നാലും അവർ ഈ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മീനാക്ഷി എന്നെയും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇനി അധികാരം ഓടേണ്ടി വരുള്ളൂ. അതെന്താ, താൻ വേറെ വല്ല വഴിയും കണ്ടുവച്ചിട്ടുണ്ടോ? ഒരു വഴി കണ്ടിട്ടുണ്ടെന്ന് കൂട്ടിക്കോ, അത് വൈകാതെ ശരിയാവും. ശരിയാവും. സുഭാഷ് ധൈര്യമായിട്ടിരിക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. ശരിക്കും എന്നാ ഓക്കെ. സുഭാഷേ, നേദ്യം കഴിഞ്ഞ് നട തുറന്നെന്ന് തോന്നുന്നു, പോയാലോ? എടാ നീ അപ്പൊ അവളോടൊന്നും പറഞ്ഞില്ലേ? എടാ, അമ്പലത്തിനിറങ്ങിയ ശേഷം ഞാനിങ്ങോട്ടും പോന്നു, അവളുടെ വീട്ടിലേക്കും പോയി. ഞായി എടാ, നിങ്ങൾ ഇത്ര കമ്പനി ആയി സ്ഥിതിക്ക് നിനക്ക് വാത്തുറന്നൊന്നും പറഞ്ഞുകൂടായിരുന്നോ? എടാ, ജോത്സ്യം പറഞ്ഞ് നീയും കേട്ടതല്ലേ? അവളായിട്ട് എൻ്റെ അടുത്ത് ഇഷ്ടം തുറന്നു പറയും, പിന്നെ ഞാൻ അതിന് പോയി പറയണത്. അത് മാത്രമല്ല, അന്നത്തെ സംഭവത്തിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് കുറച്ച് മയത്തിൽ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രപ്പോസൽ കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇള്ള മിണ്ടാട്ടം കൂടി നിൽക്കും. അതുകൊണ്ട് അവളെൻ്റെ അടുത്ത് ഇഷ്ടം തുറന്നു പറയണവരെ
ഞാൻ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പറഞ്ഞാ മതി. പറയൂ. പറയില്ലേ? മക്കളെ, ഈ ഞാറേപ്പറമ്പിൽ സുരേഷ് മേനോന്റെ വീട് അറിയൂ? ഞാറേപ്പറമ്പിൽ സുരേഷ് മേനോൻ. അല്ല ചേട്ടാ, അപ്പോൾ വേറെ സ്പോട്ടൊന്നും പറഞ്ഞു തന്നില്ലേ? ഈ എളവള്ളി ദുർഗാദേവി ക്ഷേത്രത്തിന്റെ അടുത്താന്ന് പറഞ്ഞത്. എളവള്ളി ദുർഗാദേവി ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയാ. വേറെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലേ? ഡീറ്റെയിൽസ്, ആള് കുറച്ചു കാലം ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിൽ സെറ്റിൽഡാണ്. പിന്നെ ആൾക്കൊരു മകളുണ്ട്, മീനാക്ഷി എന്നാ പേര്. പിന്നെ ആ കുട്ടിക്ക് താഴെ ഒരു അനിയനുണ്ട്, അതിൻ്റെ പേര് അങ്ങനെ വായിൽ കൊള്ളാത്തൊരു പേരാ. നിങ്ങളവരെ പെണ്ണാലേക്ക് വന്നാണോ? അതെ, ഞാൻ അച്ഛനാ. ദേ ഇവനാ ചെറുക്കൻ. നമസ്കാരം. ആ, നിനക്ക് മനസ്സിലായില്ലേ? ഗൾഫ് സുരേഷ് ഏട്ടൻ. ഗൾഫ് സുരേഷ് ഏട്ടൻ. ആ, നമ്മുടെ ദുർഗാദേവി ക്ഷേത്രമല്ലേ, നേരെ പോകുമ്പോൾ അവിടുന്ന് റൈറ്റിക്ക് തിരിയാ. അവിടുന്ന് ടി റോഡ് ജംഗ്ഷൻ ഉണ്ടാവും. ടി റോഡ്. അവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ വീട്. ഓ, വളരെ ഉപകാരം. ആ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ശരി എന്നാ. അപ്പൊ എന്നാ വരട്ടെ. ആ, ശരി ശരി. ഓക്കെ, കാണാം. ശരി ശരി. ബൈ. സുഭാഷേ, ഇതാകെ മൊത്തം കയ്യിൽ നിന്ന് പോണ കേസാണല്ലോടാ. നമ്മളെങ്ങനെയൊക്കെ വഴി തെറ്റിച്ചാലും അവരവിടെ എത്തും, ഉറപ്പാ. അങ്ങനൊന്നും ഉണ്ടാവില്ലടാ. ജോത്സ്യം പറഞ്ഞു വെച്ച് നോക്കുമ്പോ. എടാ തേങ്ങക്കോല, നീ ഇപ്പോഴെങ്കിലും റിയാലിറ്റി മനസ്സിലാക്ക്. നീയും കൂടി കേട്ടല്ലേ അവര് പറയണത്? അവരെല്ലാം ഉറപ്പിച്ച മട്ട. ഇവനറിയോ? ഇവന്റെ കൂട്ടുകാരൻ കൂടിയിട്ടാണ് ഞങ്ങളെ വഴി തെറ്റിച്ചു വിട്ടത്. അതിയാളാണോ? ആ, ഇവൻ തന്നെ. ഇവരെ കണ്ടറിഞ്ഞൂടെ? വെറുതെ നാട് മുഴുവൻ ചുറ്റിയിട്ട് 5 ലിറ്റർ പെട്രോൾ കൂടുതൽ അടിച്ച്. പെട്രോളിനൊക്കെ ഇപ്പൊ എന്താ വില? ഇവിടെ എന്തിനാ ഇങ്ങനെ നോക്കണ? മീനാക്ഷി, ഇനി അന്നത്തെ പോലെ നാള് വഴിപാട് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടാ. ഏയ് ഇല്ലടോ, ഇത്തവണ കറക്റ്റാ. ഓ, ആശ്വാസം. അല്ല മഹേഷേ, ആ സുഭാഷ് ഇപ്പോൾ അമ്പലത്തിലോട്ടൊന്നും വരാറില്ലേ? അല്ല, കാണാറില്ല. ഞാനും ശ്രദ്ധിച്ചു, സുഭാഷിന് ഇപ്പോൾ 2 ദിവസമായിട്ട് കാണാറില്ല. ഇനിയിപ്പോൾ ഉച്ച എറിഞ്ഞിട്ടായിരിക്കുമോ സുഭാഷ് അമ്പലത്തിലോട്ട് വരുന്നുണ്ടാവുക? ഉച്ച തിരിഞ്ഞ് വരാറില്ലടോ, കാരണം അങ്ങനെ വന്നാൽ ഞാൻ കാണൂലേ. അല്ല, ഇതിപ്പോൾ എത്ര 2 പുഷ്പാഞ്ജലിക്ക്? പുഷ്പാഞ്ജലി 40 രൂപ. ഇതാടോ. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ശരി. സുഭാഷ്, ആ നീ വന്നാ? എവിടെ ആയിരുന്നു? കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കായി പോയി, അതാ. പാൽപ്പായസം കണ്ടപ്പോൾ ചോദിച്ചല്ലോ. ശരി എന്നാ, ആയിക്കോട്ടെ. മീനാക്ഷി,
മീനാക്ഷി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വാടോ. ഇതെന്താ സുഭാഷേ, താൻ വന്നപ്പോൾ മുതൽ തലയാഴ്ത്തിരിക്കണല്ലോ. എന്നെ മുഖത്തോട്ട് നോക്കണം. മീനാക്ഷി അന്നങ്ങനെ സംഭവിച്ചത് സോറി. ഞാനല്ല, വിനുവാണ് വഴിതെറ്റിച്ചത്. ഞാനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സുഭാഷേ. അന്ന് താനും തൻ്റെ കൂട്ടുകാരനും കൂടെ കളഞ്ഞതേ എനിക്കും എൻ്റെ ഫിയാൻസിക്ക് സംസാരിക്കാനുള്ള വിലപ്പെട്ട സമയം. ഞങ്ങൾക്കന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. മീനാക്ഷി ഞാൻ പറഞ്ഞില്ലേ, സംഭവിച്ചു പോയി, പറ്റിപ്പോയി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, തന്നെ കൈവിട്ട് കളയാനുള്ള മടി കൊണ്ടാണ്. ഈ കല്യാണാലോചന തനിക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഞാൻ ചേച്ചി. പക്ഷെ അന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഉണ്ടാവില്ല. മീനാക്ഷിയുടെ കണ്ടിട്ട് പോലും ഞാൻ വരില്ല. നമ്മൾ തമ്മിൽ ഇനി കാണണമെന്ന് പറയില്ല. നമ്മൾ തമ്മിൽ ഇനി കണ്ടാൽ ശരിയാവില്ല. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സുഭാഷേ ഒരു മിനിറ്റ്. എടോ, താൻ വിചാരിക്കുന്ന പോലെ ഈ കാര്യം പറയാനല്ല തന്നെ ഞാൻ വിളിച്ചേ. പിന്നെ സുഭാഷേ, ഞാൻ കൂടുതൽ വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. എനിക്ക് സുഭാഷിന് ഇഷ്ടമാണ്. എനിക്ക് സുഭാഷിന് ഇഷ്ടമാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. എന്തു പറ്റിയടോ? സുഭാഷിന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഒരു ആശ്വാസമായി. പോവാം. ഞാൻ ഈ കുട്ടിയുടെ ജാതകത്തിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. നല്ല ധൈര്യത്തോടെ വേണം നിങ്ങളത് കേൾക്കാൻ. കാരണം ഈ കുട്ടിക്ക് മോശം സമയ. അല്ല ജുൽസറെ, അതിനെന്തെങ്കിലും പരിഹാരം? നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ പറയാ, ഇതിനൊരു പരിഹാരമില്ല. നിങ്ങളുടെ മകൾ ഇപ്പോൾ ഏതോ ഒരു കാബാലികന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. ഇനി മുതൽ നിങ്ങളുടെ മകൾക്ക് അവനായിരിക്കും എല്ലാം. നിങ്ങളുടെ മകളുടെ മനസ്സും ശരീരവും എല്ലാം ആ കാബാലികനെ ആ കുട്ടി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നോ രക്ഷ. ഇനി ഏത് ദൈവം തമ്പുരാൻ മനസ്സ് വിചാരിച്ചാലും അവരെ പിരിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. നിറഞ്ഞു പെയ്തിടുന്നു മേലാകെ, നിലാവ് പൂത്തിതിന്റെ ഉള്ളാകെ, കിനാക്കളായിരങ്ങൾ നെയ്തെന്നിൽ മിനാരമായി നിന്നു മായാതെ, നിറഞ്ഞേ വിരിഞ്ഞേ മനസ്സിൽ പടർന്നിതെന്തേ നീ പാരിലാകെ മെല്ലെ